അതേസമയം ബീഹാറിലെ ഓപ്പറേഷൻ താമര റിപ്പോർട്ടുകൾ കോൺഗ്രസ് തള്ളുകയാണ്. MLA-മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നിയമസഭാ കക്ഷി യോഗത്തിന്റെ വീഡിയോ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ മറുപടി. NDA-JDU സഖ്യ സർക്കാർ രൂപീകരിച്ചതോടെ കോൺഗ്രസിന്റെ 9 MLA-മാരെ കാണാനില്ലെന്നും നിയമസഭാ കക്ഷിയോഗം റദ്ദാക്കിയതായും വാർത്തകൾ പുറത്തുവന്നിരുന്നു. MLA-മാരെ ബന്ധപ്പെടാൻ കഴിയാത്തതിനെ തുടർന്ന് നിയമസഭാ കക്ഷിയോഗം മാറ്റിവെച്ചെന്നും പിന്നീട് റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകളുമാണ് പുറത്തുവന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിയ കോൺഗ്രസ് നേതൃത്വം നിയമസഭാ കക്ഷിയോഗം ചേർന്നതായി അറിയിക്കുകയായിരുന്നു. യോഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. പാർട്ടി ഒറ്റക്കെട്ടാണെന്നും ഇനിയും അങ്ങനെ തുടരുമെന്നും സംസ്ഥാന നേതൃത്വം എക്സിൽ വ്യക്തമാക്കി. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ, ബീഹാറിന് ചുമതലയുള്ള AICC സെക്രട്ടറി അജയ് കപൂർ, ബീഹാർ കോൺഗ്രസ് അധ്യക്ഷൻ അഖിലേഷ് പ്രസാദ് സിംഗ് തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബീഹാറിൽ പ്രവേശിക്കുകയാണ്. ഇത്തരം സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഉള്ള യാത്ര പുനരാരംഭം കഴിഞ്ഞ ദിവസം ബംഗാളിൽ